ഹലോ, നമ്മൾ മലയാളികൾക്ക് ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വികാരമാണല്ലേ. എന്തോരം ആൾക്കാരാണ് ഒരു കഷ്ണം ചക്ക കിട്ടിയെങ്കിലെന്ന് വിചാരിക്കുന്നത്. കാശ് കൊടുത്ത് ആൾക്കാർ ചക്ക മേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ 500-600 രൂപയാണ് ഒരു ചക്കയ്ക്ക്. എൻ്റെ പൊന്നും, അതൊക്കെ നമ്മളെ കൊണ്ട് നടക്കണ കാര്യമല്ല. എന്നാലോ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ചക്ക ഇങ്ങനെ ഒരു ആവശ്യമില്ലാണ്ട് കായ്ച്ച് ഇങ്ങനെ പഴുത്ത് നിലത്ത് വീണ് ചീഞ്ഞഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അവർക്കാണെങ്കിൽ ചക്ക ഒട്ട് വേണ്ട. എന്തായാലും ചക്ക ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു കഷ്ണം കിട്ടാനും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇത് ഇപ്രാവശ്യം എന്തോ ഞങ്ങളുടെ വീട്ടിൽ ആ ഭാഗ്യത്തിന് ഒരു പ്ലാവുണ്ട്. ആ പ്ലാവും ഒരു 5-6 ചക്ക ഉണ്ടായിട്ടുണ്ട്. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന രീതിയിലാണ് ഞാൻ എല്ലാ ദിവസവും പ്ലാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അതിനൊന്നൊന്നും മൂത്തെങ്ങി അതിനൊരെണ്ണം ഇടാനായിട്ട്. പക്ഷേ കാര്യം അത് മൂത്തിട്ടില്ല, പഴുത്തിട്ടില്ല, ഒന്നുമില്ല. എന്നാലും പിന്നെ അത് അവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തിൽ എപ്പോഴെങ്കിലും തിന്നാൻ കിട്ടും എന്നൊരു ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ അയൽവക്കത്തെ ചേച്ചി ഞങ്ങൾക്ക് ഈ ചക്ക കൊണ്ടുവന്നു കേട്ടോ. ഒരു കഷ്ണം ചക്കയേ ഉള്ളൂ. പക്ഷേ അത് അങ്ങോട്ട് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞ മാതിരിയാണ്. നമുക്ക് കാത്ത് കൊതിച്ചിരുന്നുമ്പോൾ ഒരു കഷ്ണം ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു എൻ്റെ പൊന്നും അതൊരു പ്രത്യേക സന്തോഷമാണ്. ഈ ചക്ക കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിരൽ വെച്ച് കുത്തി തുളച്ചെടുത്ത് കഴിച്ചോട്ടോ. ചക്ക ഒരു പ്രത്യേക ഒരു വികാരമാണ്. ചക്ക ഇഷ്ടമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും അല്ല, ചക്ക ഇഷ്ടമുണ്ടായിട്ട് ഇതുവരെ ഈ ഒരു വർഷത്തിൽ ചക്ക കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്രാവശ്യം ചക്ക തിന്നാത്തവർ വേറെ ഒന്നുമില്ല, വെറുതെ ഒരു അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ജിജ്ഞാസ. ഇനി എൻ്റെ മാതിരി പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ ചക്ക കുതിച്ചതായിട്ട്. ഇപ്പോൾ ഈ ചക്ക പഴുത്ത് തന്നെ ആവണമെന്നില്ല, പച്ചച്ചക്ക കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. ചക്ക അങ്ങനെ എലിശ്ശേരി വെക്കുക, അതിൻ്റെ എലിശ്ശേരിക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ ഈ ചക്ക എലിശ്ശേരി മാത്രമായിരിക്കും തിന്നാം. ഇവിടെ എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെ വഴക്ക് കേൾക്കാറുണ്ട്, വയറുവേദന വരുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഒരു വയറുവേദന ചക്ക തിന്നതിൻ്റെ പേരിൽ വന്നിട്ടില്ല. അതേ ഇപ്പം ഞാൻ ഈ കിണത്തിലേക്ക് പറിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അവിടെ കൈ വന്ന് വാരി കൊണ്ടുകൊണ്ട് അതിൻ്റെ മോളാണ്. അവൾക്കും ആയാലും ചക്ക ഇഷ്ടമാണ്, മോനായാലും വീട്ടിലെല്ലാവർക്കും. പിന്നെ ഇത്തിരി താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടുവാനും മാത്രമാണ്. ആൾക്ക് അത്ര കഴിക്കും, എന്നാലും എൻ്റെ മരിൽ ആക്രാന്തമില്ല. എനിക്കാണ് ഇത്രയും ആക്രാന്തം. ചേട്ടനോട് പറയും ചിക്കൻ കറി ഒരു പാത്രത്തിലും ചക്ക ഒരു പാത്രത്തിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചക്കയുടെ പിന്നിലോട്ട് പോകും. അതാണ് ഞാൻ. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ വേറൊരു വിഷയം പറയാം. സെറ്റുമുണ്ടുകളുടെ വീഡിയോസ് കാണാനല്ലേ, അപ്പോൾ അത് കാണുന്നവർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടാവുമല്ലോ സെറ്റുമുണ്ടുകളുടെ വീഡിയോയിൽ, ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണേ. നിങ്ങൾക്ക് സെറ്റുമുണ്ട് മാത്രമല്ല, സെറ്റ് സാരികൾ അതുമാതിരി ധാവണികൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് യൂണിഫോം ആയിട്ടും നമുക്ക്, അതായത് ഇപ്പോൾ ഒരു 25 പേർക്ക് വേണം, ഒരു 30 പേർക്ക് വേണം, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് തരാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഷർട്ടുകളിൽ നമ്മുടെ ചേട്ടന്മാരുടെ ഷർട്ടുകളിൽ കൃഷ്ണൻ അതുമാതിരി മയിൽപ്പീലി അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ വരച്ചിട്ടുള്ളതും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓർഡർ ചെയ്യാൻ ആരും മറക്കണ്ട. ഈ ചക്കര വീഡിയോ ഉണ്ടല്ലോ, ഇപ്പോൾ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് ദീപാവലിയിൽ വെള്ളം നിറഞ്ഞിട്ട് പാടില്ല. അത് ഇനിയിപ്പോൾ ചക്ക കിട്ടണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ചക്ക മൂത്ത് പഴുക്കണം, അത് ഇട്ട് കിട്ടണമെങ്കിലോ ചേട്ടൻ്റെ കാലും പിടിക്കണം, അത് വേറെ കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്നെ പോലെയുള്ള ചക്കപ്രാന്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ ബൈ.